എന്തായാലേ നമ്മുടെ സമൂഹം നന്നാവാത്തത്. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നടൻ ഹരീഷ് കണാരനും അതേപോലെ പ്രൊഡക്ഷൻ കൺട്രോളർ ബാദിഷയും തമ്മിൽ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് മുന്നേ ഒരു വീഡിയോയിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. അതിനെക്കുറിച്ച് മൊത്തം വിവാദമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അദ്ദേഹം ഒരു 20 ലക്ഷം രൂപ ഈ പ്രൊഡ്യൂസർക്ക് കൊടുത്തതാണ്. അതിനുശേഷം ഒരാഴ്ചത്തേക്ക് വേണ്ടി അദ്ദേഹത്തിന് കൊടുത്തിട്ട് മറിക്കാൻ കൊടുത്തിട്ട് ഒരാഴ്ചക്ക് ഫണ്ടും ഇല്ല, സിനിമയില്ലാതെ 5 വർഷം കോവിഡ് സമയത്തിട്ടാണ് കൊടുത്തത്. ഇന്ന് തരാം നാളെ തരാൻ പറഞ്ഞ പാവത്തിനിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്ത ഒരു ഫിലിമിന്റെ 21 ഡേയ്സ് 40 ഡേയ്സ് കൊടുത്ത് ഏറെ എന്ന ഫിലിമിൽ നിന്നും എടുത്തു മാറ്റിയും ഈ പൈസ കടം കൊടുത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് സിനിമയില്ല. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് സിനിമ ഫുള്ള് നിന്നു, കാരണം അദ്ദേഹത്തിന് പൈസ കിട്ടിയില്ലെങ്കിലും ആ സിനിമ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഞാൻ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഈ ബാദുഷേനെ വെളുപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് വീഡിയോ ഇടുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ. അദ്ദേഹത്തിന്റെ മകള് വരെ വീഡിയോ വന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ കാര്യത്തിന്റെ ഈ പൈസ കൊടുക്കുന്ന കാര്യമോ നാളെ കൊടുക്കാമെന്നോ എന്റെ ഉപ്പ കൊടുക്കുന്നോ ഒന്നും പറയുന്നില്ല. ഇവര് വന്നിട്ട് ഇവരെ വെളുപ്പിക്കുകയാണ്. PR വർക്ക് ശരിക്കും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ചങ്ങായിക്ക് പൈസയും പോയി, സിനിമയും പോയി, വർഷവും പോയി, എന്നിട്ടും ഈ ബാദുഷേനെ പോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കൂടുതലുണ്ട്. വല്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം ഈ പാവത്തിന് സിനിമയില്ല, പൈസയില്ല, 20 ലക്ഷം പോവുകയും ചെയ്ത് അത് ചോദിച്ചതാണ് ഇപ്പൊ തെറ്റ്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ വെളുപ്പിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒന്ന് കണ്ടുനോക്ക്. ഇദ്ദേഹത്തിന്റെ PR ടീം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടുനോക്ക്. അതേപോലെ മകളെ ഒരു അക്കൗണ്ട് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് കയറി നോക്ക്. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ്. ഒന്ന് കണ്ടുനോക്ക്. നമസ്കാരം, എൻ്റെ പേര് നവാസ് അമ്മച്ചി, എൻ്റെ ഒരു ബിനു ദുഃഖത്തിൽ. ഞങ്ങൾ ടീം ബാദുഷാല ബേസിലെ ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ഞാൻ ജില്ലാ കോർഡിനേറ്റർ. ഞങ്ങൾ ഇതിൽ വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാദുഷാ ആൻഡ് ഹരീഷ് കണാരനുമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഹരീഷ് കണാരൻ ഇറക്കുണ്ടായി. ടീം ബാദുഷാല ബേസിൽ 50,000 കൊടുത്തു. അപ്പോൾ അത് കോവിഡ് സമയത്ത് അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ആവശ്യമില്ലാണ്ട് ഇതിലോട്ട് വലിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കുറിച്ച് ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ടീം ബാദുഷാല ബേസ് തുടങ്ങിയിട്ട് ഒരു 7 വർഷം 8 വർഷത്തെ കാലമായി ഞങ്ങൾ തുടങ്ങി. കോവിഡ് കാലത്ത് ഞങ്ങൾ ചെറുതായിട്ട് തുടങ്ങി, അതിങ്ങനെ വലുതായി ഞങ്ങൾ ഇന്നും ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച വരെ ഞങ്ങൾ രണ്ടുപേരും ബ്ലഡ് വരെ കൊടുത്തിട്ട് നിൽക്കുന്നത് ഷോറിക്കൊണ്ട്. അപ്പോൾ ഇന്ന് വരെ അന്ന് കോവിഡ് സമയത്ത് അന്ന് പല സിനിമാടന്മാരും ഇങ്ങനത്തെ പണി കാണിച്ച ചങ്ങായിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കൂടുതൽ. ഹരീഷ് കണാരൻ തുറന്നു പറഞ്ഞ് അദ്ദേഹത്തിന് കിട്ടാനുള്ള പൈസ കിട്ടണ്ടേ. ഏത് ഫീൽഡായാലും 100 രൂപ കിട്ടണമെങ്കിൽ അത്രക്ക് അധ്വാനിക്കണം. ഇപ്പൊ 20 ലക്ഷം രൂപ പറഞ്ഞാൽ ഞാൻ ചെറിയ എമൗണ്ട് ഒന്നല്ല. അത് അദ്ദേഹം ചോദിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ എതിരാണ് പലരും. പിന്നെ ചാരിറ്റിന്റെ കാര്യം പറയുന്നത്, ചാരിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം 50,000 രൂപ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഡോക്ടറേറ്റ് എല്ലാം കിട്ടി ബാധിച്ചേക്കാന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കൊടുത്ത പൈസ 50,000 രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇവർ കൊടുത്ത കാര്യങ്ങളോ നിഷേധിക്കുന്നുണ്ട്, ഒന്നുമില്ല. മൊത്തം വെളുപ്പിക്കലാണ് നടക്കുന്നത്. വല്ലാത്തൊരു ഇതൊന്നും കേട്ടിട്ട് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇന്ന പോലെ ഒരാൾക്ക് മരുന്ന് വേണം, ഉടനെ തന്നെ അത് എത്തിക്കണം, ഇന്ന സ്ഥലത്ത് പോയി മരുന്ന് മേടിച്ചു. ഞങ്ങൾ ഉടനെ തന്നെ ശരിക്കും പറഞ്ഞാൽ മരുന്നൊക്കെ മേടിച്ചിരിക്കുന്ന ഒരു 3-4 മെഡിക്കൽ